അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 സീറ്റ് 2010 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിനകത്ത് വർക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 മോഡലാണെങ്കിലും ഇപ്പോഴത്തേതായിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് സൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേലിയർ ചെയ്തിട്ടുണ്ട്. അത് കേലിയർ ആയിരുന്നു, അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ റെയിൻ ഗാർഡ് മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് പുതിയ മോഡൽ സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് മെഷ് ടൈപ്പ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഹെഡ് ലൈറ്റ് ന്യൂ ഷേപ്പ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് കവൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാർ ടൈപ്പ് ബമ്പറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ അതിൻ്റെ തൊട്ട് കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ലിപ്പ് വെക്കുന്നതിന് പകരമായിട്ട് ഫുൾ ലിപ്പ് വെച്ചിട്ടുണ്ട്. അത്രയാണ് ഫ്രണ്ടിൽ നിന്ന് വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സൈഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഭാഗത്തിൽ മെയിനായിട്ട് റെയിൻ ഗാർഡ് അതേമാതിരി തന്നെ വൈറ്റ് കളർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ക ബോഡി ഫിനിഷിംഗ് ആയിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെ, അതായത് 2024 വണ്ടിയുടെ കൂടെ ഈ ഒരു വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ മുന്നിലും ആണെങ്കിലും അവരുടെ ഇടയിൽ നിർത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ട് സ്റ്റിക്കർ വർക്ക് വലിയ കാര്യമായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ വൈറ്റിലാണ് നമ്മൾ ഈ ഒരു വണ്ടി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്റ്റിക്കർ വർക്ക് അതുമാതിരി തന്നെ അഡീഷണൽ ലൈറ്റ് വർക്കിൻ്റെ ഒക്കെ ഫൈൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാത്തിനും കിട്ടുന്നുണ്ട്, നമ്മുടെ വണ്ടികൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഫ്രണ്ടിലെ ഡൂമിനൊക്കെ കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഔട്ട് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസൈഡിൽ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ റൂഫ് ടോപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് LED ടൈപ്പ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ TV ക്യാബിൻ പുതിയ ചെയ്തിട്ടുണ്ട്. അതേമാതിരി 2 ബെർത്ത് ബാക്ക് AC ക്യാബിൻ, അതേമാതിരി തന്നെ സൈഡ് 2 പോസ്റ്റ്, അതേമാതിരി കർട്ടൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി സൈഡ് പാഡ്, അതേമാതിരി പ്ലാറ്റ്ഫോം സീറ്റ് കമ്പനി നിലവിലുണ്ടായിരുന്ന സീറ്റ് പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടൈപ്പ് ടോപ്പിൽ പിക്സൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം ആണെങ്കിലും അത്യാവശ്യം നോർമൽ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2010 മോഡല് ഇതേമാതിരി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് വണ്ടികൾ കാണുന്നത് വളരെ അപൂർവമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 പണിതേണ്ട പണി അല്ലെങ്കിൽ 2014 പണിതേണ്ട പണി മുമ്പ് വർക്ക് ചെയ്താണ് രീതിയിലുള്ള വണ്ടികളായിരിക്കും ഓൾറെഡി ഉണ്ടായിരിക്കുക. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് മോഡൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നിർത്താനായിട്ടുള്ള രീതിയിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയാണ് ഒരു വണ്ടിയാണ്. 2010 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതേമാതിരത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇൻസൈഡ് വർക്ക് അല്ലെങ്കിൽ ഔട്ട് സൈഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2010 അല്ലെങ്കിൽ 11-12 വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ കുറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം പുതിയ വണ്ടി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും അതായത് റേറ്റ് ആണെങ്കിലും അതേമാതിരി തന്നെ സമയമാണെങ്കിലും കൂടുതൽ പിടിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കി അതിന് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രം 2010 അല്ലെങ്കിൽ 2009 വണ്ടികളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നിന്നാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഈ പാച്ച് വർക്കൊക്കെ രണ്ടാമത് വരും. റീപ്ലേസ് ചെയ്ത് തന്നെയാണ് നമുക്ക് അതിനൊരു പ്രതിവിധിയുള്ളത്. പക്ഷേ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പാച്ച് ചെയ്യുമ്പോൾ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ നിർവാഹമില്ല. റീപ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നീറ്റ് ആൻഡ് ക്വാളിറ്റി ആക്കിയിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.